എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗ്യാസ് വെൽഡിംഗ് ആണ്. നമ്മൾ വെൽഡിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൽഡിങ്ങിൽ നമ്മൾ ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ചാണ്. പേരിൽ പറയുന്ന പോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. എന്തിനായിരിക്കും നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രിക് ആർക്കാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറ്റൽസിൻ്റെ എഡ്ജസ് മെൽറ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ ഗ്യാസസ് ബേൺ ചെയ്യാണ്. ഓക്കെ, ഈ ഗ്യാസസ് ബേൺ ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫ്ലെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നത്. ഈ ഹീറ്റ് എനർജിയാണ് മെറ്റൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ എങ്ങനെ പറയുക? കോയിലസെൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ heating with a gas flame. Okay, coalescence produced by heating with a gas flame. നമ്മളിവിടെ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? വെൽഡിങ് ചെയ്യാം. അതുപോലെ തന്നെ പ്രഷർ ഉപയോഗിച്ചിട്ടും പ്രഷർ ഉപയോഗിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാസ് വെൽഡിങ് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഡെഫിനേഷൻ എന്ന് പറയുന്നത് കോയിലസെൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് വിത്ത് എ ഗ്യാസ് ഫ്ലെയിം വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ ആൻഡ് വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. അങ്ങനെയാണ് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഗ്യാസ് വെൽഡിങ്ങിൽ തന്നെ ഒരു കമ്പസ്റ്റബിൾ ഗ്യാസിനെ ഓക്സിജനും അല്ലെങ്കിൽ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്തുന്നു. ഈ ഓക്സിജനും എയറുമായിട്ട് നമ്മുടെ കമ്പസ്റ്റബിൾ ഗ്യാസ് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഇവർ രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫ്ലെയിമാണ് നമ്മളെന്ത് പറഞ്ഞത്? ഗ്യാസ് വെൽഡിങ്ങിൽ മെറ്റൽസിനെ മെൽറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലെയിം എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? ടു മെൽറ്റ് പാരന്റ് മെറ്റൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെയിം നമ്മളെ സഹായിക്കുന്നത്. ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ടുള്ള പാരന്റ് മെറ്റൽ സോൾഡിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിക്വയർഡ് ജോയിനിങ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കമ്പസ്റ്റബിൾ ഗ്യാസിനനുസരിച്ച് ഗ്യാസ് വെൽഡിങ്ങിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പസ്റ്റബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് അസറ്റിലീൻ, അതുപോലെ തന്നെ ഹൈഡ്രജൻ, പിന്നെ ബ്യൂട്ടെയിൻ തുടങ്ങിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കമ്പസ്റ്റബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പസ്റ്റബിൾ ഗ്യാസസിനെ അനുസരിച്ച് ഗ്യാസ് വെൽഡിങ്ങിന് പ്രധാനമായിട്ടും അസറ്റിലീൻ ഗ്യാസ് വെൽഡിങ്, അതുപോലെ തന്നെ എയർ അസറ്റിലീൻ, gas welding, then oxy hydrogen gas welding. ഓക്സി അസറ്റിലിൽ നമ്മൾ ഓക്സിജൻ അതുപോലെ തന്നെ അസറ്റിലിനാണ് എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ എയർ അസറ്റിലിൽ നമ്മൾ എയറും അസറ്റിലിൻ ഗ്യാസുമാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്സി ഹൈഡ്രജൻ ആകുന്ന സമയത്ത് നമ്മൾ ഓക്സിജനും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസുമാണ് എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കമ്പസ്റ്റബിൾ ഗ്യാസസിൻ്റെയും ഓക്സിജൻ്റെയോ അല്ലെങ്കിൽ എയറിൻ്റെയോ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഗ്യാസ് വെൽഡിങ് ടെക്നിക്കുകളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓക്സി അസറ്റിലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്സി അസറ്റിലീൻ ഗ്യാസ് വെൽഡിങ്. ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിലെന്തൊക്കെയാണ് അവിടെ കാണുന്നത്? 2 സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലേ. ഈ സിലിണ്ടേഴ്സ് എന്തിനാവും? നമ്മൾ പറഞ്ഞു നമുക്ക് ഗ്യാസസ് സപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഗ്യാസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു സിലിണ്ടറും അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിനുള്ള മറ്റൊരു സിലിണ്ടറും അവിടെ കാണുന്നത്. ഈ 2 സിലിണ്ടേഴ്സിൻ്റെ ഹെഡ് പോർഷനിൽ നമുക്ക് പ്രഷർ
പ്രഷർ റെഗുലേറ്റ് ചെയ്യാനുള്ള സ്ക്രൂസും അതുപോലെ തന്നെ നമുക്ക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഗേജസും കാണാൻ സാധിക്കും. 2 ഗേജസാണ് നോർമലി കാണാറ്. ഒരു ഗേജ് എന്ന് പറയുന്നത് നമുക്ക് സിലിണ്ടറിനുള്ളിലെ പ്രഷർ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റൊരു ഗേജ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തോട്ട് പോകുന്ന ഗ്യാസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാനുള്ളതാണ്. ഇത്തരത്തിൽ പ്രഷർ റെഗുലേറ്റേഴ്സും അതുപോലെ തന്നെ പ്രഷർ ഗേജസുമാണ് നമ്മൾ സിലിണ്ടറിൻ്റെ ഹെഡ് പോർഷനിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം 2 സിലിണ്ടറിൽ നിന്നും കണക്ഷൻസ് എങ്ങോട്ട് വരുന്നുണ്ട്, നമ്മുടെ വെൽഡിംഗ് ടോർച്ചിലോട്ട് വരുന്നുണ്ട് അല്ലേ. വെൽഡിംഗ് ടോർച്ച് അല്ലെങ്കിൽ അതിന് പറയുന്നത് ബ്ലോ പൈപ്പ്. ഈ വെൽഡിംഗ് ടോർച്ചിലോട്ട് 2 കണക്ഷൻസാണ് വരുന്നത്. ഒന്ന് എന്തിനാണ്, നമ്മുടെ ഓക്സിജൻ സപ്ലൈ ചെയ്യാനും മറ്റത് അസറ്റിലിൻ്റെ ഫോർമുലയാണ് C2H2. അപ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു കേബിളും അതുപോലെ തന്നെ അസറ്റിലിൻ സപ്ലൈ ചെയ്തിട്ടുള്ള മറ്റൊരു കേബിളാണ് നമ്മുടെ വെൽഡിംഗ് ടോർച്ചിലോട്ട് വരുന്നത്. ഈ വെൽഡിംഗ് ടോർച്ചിൽ 2 ഓക്സിജൻ വരുന്നതിനകത്ത് തന്നെ അസറ്റിലിൻ വരുന്നുള്ള പ്രൊവിഷൻസ് ഉണ്ട്. എന്നിട്ട് ഈ 2 കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ടോർച്ചിൽ വെച്ചിട്ടുണ്ട് കമ്പഷൻ ചേമ്പറിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ടോർച്ചിൽ കമ്പഷൻ ചേമ്പറിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യണം. ഈ മിക്സിങ് കാരണം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫ്ലെയിമാണ് നമ്മളെ വെൽഡിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. അപ്പോൾ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്സിജൻ അതുപോലെ തന്നെ അസറ്റിലിൻ സപ്ലൈ ചെയ്യുന്ന സിലിണ്ടേഴ്സ് കാണാൻ സാധിക്കും. വെൽഡിംഗ് ടോർച്ച് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ വർക്ക് പീസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കാണെന്ത്, ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിൽ നമ്മൾ അസറ്റിലിനും അതുപോലെ തന്നെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് വെൽഡ് ജോയിൻറ്റിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ അസറ്റിലിൻ ഉപയോഗിക്കാൻ കാരണം എന്ന് പറയുന്നത് അസറ്റിലിൻ ബേൺ ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി 3200 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അസറ്റിലിൻ ബേൺ ചെയ്തിട്ടുണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഹൈ ടെമ്പറേച്ചർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അസറ്റിലിൻ ഗ്യാസ് നോർമലി ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അസറ്റിലിൻ്റെ ഫോർമുല എന്താണ്, C2H2 എന്നാണ് അല്ലേ. അപ്പോൾ ഈ അസറ്റിലുള്ള കാർബണും അതുപോലെ തന്നെ ഹൈഡ്രജനും നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് എന്താണ് ഓക്സിജനുമായിട്ട് കൂടിക്കലരുന്നുണ്ട്. ഈ റിയാക്ഷനാണ് അവിടെ ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അസറ്റിലിൻ ഉപയോഗിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അസറ്റിലിൻ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അസറ്റിലിനും ഓക്സിജനും നമുക്ക് ഹൈ പ്രഷറിൽ കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് സേഫായിട്ട് അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് എന്ത് ചെയ്യും, പോകാൻ ചാൻസസ് ഉണ്ട്. കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇതാണ് അസറ്റിലിൻ ഗ്യാസിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നോർമലി നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സിൽ എങ്ങനെയാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു കമ്പസ്റ്റബിൾ ഗ്യാസും അതുപോലെ തന്നെ ഓക്സിജനോ അല്ലെങ്കിൽ എയറോ സപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിലിനും ഓക്സിജനും എന്താണ് 2 സിലിണ്ടേഴ്സിന് സപ്ലൈ ചെയ്യാണ്. അത് നമ്മൾ ടോർച്ചിൽ കമ്പഷൻ ചേമ്പറിൽ വെച്ച് എന്താണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടോർച്ചിൻ്റെ ടിപ്പിൽ അല്ലെങ്കിൽ നോസിലിലെ എൻഡ് പോയിന്റ് വെച്ച് എന്ത് ചെയ്യണം, ഒരു ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഫ്ലെയിമാണ് അവിടുത്തെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. ഈ ഹീറ്റ് എനർജി കാരണം എന്ത് ചെയ്യാണ്, വെൽഡ് ചെയ്യേണ്ട മെറ്റൽസിൻ്റെ എഡ്ജസ് എന്ത് ചെയ്യാണ്, മെൽറ്റ് ചെയ്യാണ്. അങ്ങനെ മെൽറ്റ് ചെയ്തിട്ടുള്ള ജോയിൻറ്റ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് കൂൾ ചെയ്തിട്ട് അല്ലെങ്കിൽ സോളിഡിഫൈ ചെയ്തിട്ട് ആ ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യാം. അതിൻ്റെ സെറ്റപ്പ് കാണിച്ച സമയത്ത് അവിടെ വെൽഡിംഗ് റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ വെൽഡിംഗ് റോഡ് എന്ന് പറയുന്നത് എന്താണ്, ഫില്ലർ റോഡാണ്. ഫില്ലർ റോഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യാതെയും അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ നോർമലി 3 മില്ലിമീറ്റർ മുതൽ 50 mm വരെയാണ് ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതിനാണ് തന്നെ 15 mm കൂടുതലാവുന്ന സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യേണ്ട മെറ്റലിൻ്റെ തിക്നെസ് 15 mm കൂടുതലാവുന്ന സമയത്താണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യാറ്. ഫില്ലർ മെറ്റീരിയലിൽ വെൽഡ് റോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യാറ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നോർമലി ഗ്യാസ് വെൽഡിങ്ങിൽ ഫ്ലെക്സസും യൂസ് ചെയ്യാറുണ്ട്. ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ ഫ്ലെയിമും അതുപോലെ തന്നെ സറൗണ്ടിങ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സും ചില സമയങ്ങളിൽ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ആ സെറ്റപ്പ് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 സിലിണ്ടേഴ്സ് ഫോർ സപ്ലൈയിങ് അസറ്റിലിൻ ആൻഡ് ഓക്സിജൻ. അതുപോലെ തന്നെ വെൽഡിംഗ് ടോർച്ചിൻ്റെ ടിപ്പിൽ നിന്ന് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിലിണ്ടേഴ്സിൻ്റെ കളേഴ്സാണ്. നമ്മൾ അസറ്റിലിൻ്റെ സിലിണ്ടറിന് മറൂൺ കളറായിരിക്കും ഉണ്ടാവുക, മറൂൺ കളർ. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആയിരിക്കും.
ഓക്കെ, കളർ വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറ്. ഓക്കെ, അസറ്റിലിൻ ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് മറൂണും ഓക്സിജൻ സിലിണ്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്കും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സിലിണ്ടേഴ്സിന് നമ്മൾ നോർമലി ഗ്യാസ് സപ്ലൈ ചെയ്യുന്നു, ടോർച്ചിൽ വെച്ചത് കമ്പഷൻ നടക്കുന്നു, കമ്പഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫ്ലെയിം നമ്മുടെ മെറ്റൽ ജോയിനിങ്ങിന് കാരണമാവുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫില്ലർ റോഡ് അല്ലെങ്കിൽ വെൽഡിങ് റോഡ് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ നോർമലി 50 mm തിക്നെസ് കൂടുന്ന സമയത്താണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ട ജോയിനിൻ്റെ തിക്നെസ് 15 mm കൂടുന്ന സമയത്താണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ലർ റോഡ് അല്ലെങ്കിൽ വെൽഡർ റോഡ് സാധാരണ യൂസ് ചെയ്തിട്ട് ഗ്യാസ് വെൽഡിങ് ടെക്നിക്ക് നടത്താറ്. അപ്പോൾ ഇതാണ് ഗ്യാസ് വെൽഡിങ് ടെക്നിക്കിൻ്റെ സെറ്റപ്പും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെയിമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഗ്യാസ് ഫ്ലെയിം. നമ്മൾ ഗ്യാസ് വെൽഡിങ് പ്രോസസ്സിൽ ഫ്ലെയിമിൻ്റെ കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ വെൽഡിങ് ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ഫ്ലെയിമിനെ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫ്ലെയിമിനനുസരിച്ച് പ്രധാനമായും 3 രീതിയിലാണ് നമ്മളെ ഗ്യാസ് ഫ്ലെയിം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോർമലി അസറ്റിലിൻ ഗ്യാസും അതുപോലെ തന്നെ ഓക്സിജനും ഈക്വലായിട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ന്യൂട്രൽ ഫ്ലെയിം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. ടോർച്ചിൻ്റെ ടിപ്പിൽ 2 കോൺ ഷേപ്പ് കാണാൻ സാധിക്കും അല്ലേ, ഇത് 2 ഹീറ്റിംഗ് സോൺ ആണ് അവിടെ. നമ്മൾ ടോർച്ചിൻ്റെ ടിപ്പിൽ നിന്ന് 2 കോൺ ഇങ്ങനെ കാണാൻ സാധിക്കും അല്ലേ. ഇതാണ് ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത്, ഇതാണ് സെക്കൻഡ് സോൺ. ഓക്കെ, ഈ ഫസ്റ്റ് സോണിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. അതുപോലെ ഈ സെക്കൻഡ് സോണ് അല്ലെങ്കിൽ കോൺ ഷേപ്പിൻ്റെ കളർ എന്ന് പറയുന്നത് ട്രാൻസ്പാരൻറ്റ് ബ്ലൂ കളറായിരിക്കും സെക്കൻഡ് ഫ്ലെയിമിൻ്റെ കളർ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഹീറ്റിംഗ് സോണ് അല്ലെങ്കിൽ പ്രൈമറി കോൺ ഷേപ്പിലാണ് ഹയർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3200 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ പ്രൈമറി ഹീറ്റ് സോണിലാണ്. സെക്കൻഡറി ഹീറ്റ് സോണിൽ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1500 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇത്തരത്തിൽ 2 കോൺ ഷേപ്പിലുള്ള ഫ്ലെയിമാണ് നമ്മളുടെ ന്യൂട്രൽ ഫ്ലെയിമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ 2 ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ സെക്കൻഡറി ഫ്ലെയിം ആയിരിക്കും നമ്മുടെ വർക്ക് പീസിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ടച്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വർക്ക് പീസിനെ പ്രീഹീറ്റ് ചെയ്യുകയാണ് നമ്മുടെ സെക്കൻഡറി സോൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ഈ സെക്കൻഡറി ലെയറാണ്. അതായത് ഈ ഇമ്പ്യൂരിറ്റീസിനെ ഓക്സൈഡ്സ് ആക്കി മാറ്റിയിട്ടും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സെക്കൻഡറി ഹീറ്റിംഗ് സോണാണ് അല്ലെങ്കിൽ ഫ്ലെയിമാണ്. ഈ പ്രൈമറി ഹീറ്റിംഗ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ വെൽഡിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ജോയിൻറ്റ് പ്രോസസ്സിങ് അതല്ലെങ്കിൽ മെറ്റലിനെ മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ വരുന്നത് നമ്മുടെ ഈ പ്രൈമറി സോണിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 സോണായിട്ടാണ് ന്യൂട്രൽ ഫ്ലെയിമിന് കാണുന്നത്. ഇതിന് കാരണം നമ്മൾ പറയുന്നത് ഈക്വൽ എമൗണ്ടിൽ നമ്മൾ ഓക്സിജനും അതുപോലെ തന്നെ അസറ്റിലും സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. ഹീറ്റിംഗ് സോണിനെ പറയുന്ന പേരാണ് ഇന്നർ കോൺ എന്ന് പറയുന്നത്. ഇന്നർ കോൺ. ഈ ഇന്നർ കോണിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന അസറ്റിലിൻ എന്ത് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. പിന്നെ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റാണ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് 3200 ഡിഗ്രി സെൽഷ്യസ് വരെ വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡറി ഹീറ്റിംഗ് സോൺ. ഈ സെക്കൻഡറി ഹീറ്റിംഗ് സോൺ നമ്മൾ പറയുന്നത് ഔട്ടർ എൻവലപ്പ്. ഈ ഔട്ടർ എൻവലപ്പിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ. ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഓക്സിജനുമായിട്ടും അതുപോലെ ഹൈഡ്രജനായിട്ടും എന്താണ് കമ്പൈൻ ചെയ്യാം. അപ്പോൾ CO + O2 + H2 ഇത് എന്താവുകയാണ്, നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടർ വേപ്പറായിട്ട് മാറുകയാണ്. ഇതിൽ കൂടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സെക്കൻഡറി സോൺ അല്ലെങ്കിൽ നമ്മളുടെ ഔട്ടർ എൻവലപ്പിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണ്. 4CO + 3O2 + 2H2 gives 4CO2 + 2H2O + ഹീറ്റ്. അപ്പോൾ ഇതാണ് സെക്കൻഡറി എൻവലപ്പിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് സോണിൽ എന്തുണ്ട് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹീറ്റ് എനർജിയാണ് എന്ത് നമ്മൾ പറഞ്ഞ ഹൈ ടെമ്പറേച്ചറിന് കാരണം. വാട്ടർ എൻവലപ്പ് എന്താണ് ചെയ്യുന്നത്? ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് അതുപോലെ തന്നെ വർക്ക് പീസിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്നർ കോണിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വെൽഡ് അല്ലെങ്കിൽ നമ്മളുടെ മെറ്റൽ ഉരുക്കിയിട്ട് അത് ജോയിൻ ചെയ്യാൻ വേണ്ടി കാരണമാവുന്ന ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ന്യൂട്രൽ ഫ്ലെയിമിനെ കുറിച്ച് പറയാനുള്ളത്. ന്യൂട്രൽ ഫ്ലെയിം സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെൽഡിങ് ഓഫ് സ്റ്റീൽ, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിന്നെ കാസ്റ്റ് അയൺ, പിന്നെ അലൂമിനിയം, അതുപോലെ കോപ്പർ തുടങ്ങിയിട്ടുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോർമലി ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ടൈപ്പ് ഗ്യാസ് ഫ്ലെയിമാണ് കാർബറൈസിങ് ഫ്ലെയിം, അല്ലെങ്കിൽ ഇതിന് പറയുന്നത് റെഡ്യൂസിങ് ഫ്ലെയിം എന്നും പറയാറുണ്ട്. റെഡ്യൂസിങ് ഫ്ലെയിം ചിത്രത്തിൽ കാണുന്നതാണ് കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. അവിടെ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് ഹീറ്റിംഗ് സോണിന് പകരം 3 കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇന്നർ കോർ, അതുപോലെ തന്നെ ഔട്ടർ കോർ, ബ്ലൂയിഷ് കളറുള്ള ഔട്ടർ കോർ അവിടെ ഉണ്ടാവും. അതിൽ കൂടാതെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട്, അത് നമ്മുടെ ഇന്നർ കോറിനും ഔട്ടർ കോറിനും ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് കളറിലുള്ളൊരു കോൺ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഫെദർ എന്ന് കാണാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫെദർ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം നമ്മൾ എക്സസ് ആയിട്ട് അസറ്റിലിൻ സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയാൻ കാരണം നമ്മൾ എക്സസ് ആയിട്ട് എന്ത് ചെയ്യണം, അസറ്റിലിൻ സപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിമിൽ അസറ്റിലിനും ഓക്സിജനും എന്താണ് ഈക്വൽ വോളിയായിട്ടാണ് സപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു. എന്നാൽ കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിമിൽ നമ്മൾ കൂടുതലായിട്ട് അസറ്റിലിനാണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് ഓക്സിജനേക്കാളും കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്നത് എന്താണ്, അസറ്റിലിനാണ്. അതുകൊണ്ടാണ് നമ്മൾ കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതായത് അസറ്റിലിൻ്റെ എമൗണ്ട് കൂടിയതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു വൈറ്റിഷ് കളറിൽ ഒരു കോണും കൂടി അവിടെ വരാൻ കാരണം. നോർമലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 3000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുപോലെ തന്നെ കാർബറൈസിങ് ഫ്ലെയിമിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോ അലോയ് സ്റ്റീലും ലോ കാർബൺ സ്റ്റീലും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലോ അലോയ് സ്റ്റീലും അതുപോലെ തന്നെ ലോ കാർബൺ സ്റ്റീലും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് കാർബറൈസിങ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം യൂസ് ചെയ്യാറ്. മൂന്നാമത്തെ ടൈപ്പാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഇതിൽ കാണാൻ സാധിക്കും ഏകദേശം ന്യൂട്രൽ ഫ്ലെയിമിന് സമാനമാണ് അല്ലേ. പക്ഷെ അവിടെ എന്താണ്, നമ്മൾ ഇന്നർ കോർ എന്താണ് ഷാർപ്പ്ലി ഡിഫൈൻഡ് അല്ല. ന്യൂട്രൽ ഫ്ലെയിമിൽ ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ ഷാർപ്പ്ലി ഡിഫൈൻഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ ഷാർപ്പ്ലി ഡിഫൈൻഡ് അല്ല. അതുപോലെ തന്നെ എന്തുണ്ട്, ന്യൂട്രൽ ഫ്ലെയിമിൽ വളരെ ഔട്ടർ എൻവലപ്പും ഉണ്ട് അല്ലേ. ഇനി നമ്മളിവിടെ പറയാനുള്ളത് നമ്മളിവിടെ എക്സസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഓക്സിജൻ സപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയാൻ കാരണം. ന്യൂട്രൽ ഫ്ലെയിമിന് എന്തായിരുന്നു, ഈക്വൽ ആയിരുന്നു. കാർബറൈസിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് അസറ്റിലാണ് സപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അസറ്റിലിനെക്കാളും കൂടുതൽ എന്താണ്, ഓക്സിജനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. നമ്മൾ മോർ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. 3400 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നോർമലി ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്രാസ്, അതുപോലെ ബ്രോൺസ്, അതുപോലെ തന്നെ കോപ്പർ തുടങ്ങിയിട്ടുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്നുള്ള ഗ്യാസ് ഫ്ലെയിം സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓക്സി അസിറ്റിലിൻ വെൽഡിങ്ങിൽ വരുന്ന ടൈപ്പ് ഓഫ് ഗ്യാസ് ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് വെൽഡിങ് ടെക്നിക്ക് ഏതാണുള്ളതെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും 2 രീതിയിലാണ് നമ്മൾ ഗ്യാസ് വെൽഡിങ് ചെയ്യാറ്. ലെഫ്റ്റ് വേർഡ് ഓർ ഫോർവേഡ് വെൽഡിങ്, അതുപോലെ തന്നെ റൈറ്റ് വേർഡ് ഓർ ബാക്ക്വേർഡ് വെൽഡിങ്. അപ്പോൾ നമുക്ക് രണ്ടും എന്താണെന്നുള്ളത് നോക്കാം. ചിത്രത്തിൽ കാണുന്നതാണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വെൽഡ് ഫോം ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ വെൽഡ് ഫോർമേഷൻ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലെഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഫോർവേഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടോർച്ച് അല്ലെങ്കിൽ ബ്ലോ പൈപ്പ് നമ്മുടെ റൈറ്റ് ഹാൻഡിലും വെൽഡിംഗ് റോഡ് അല്ലെങ്കിൽ ഫില്ലർ റോഡ് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഉണ്ടായിരിക്കുക. ചിത്രത്തിൽ കാണുന്ന റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവിടെ വെൽഡ് ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതുപോലെ നമ്മുടെ വെൽഡിംഗ് റോഡ് ബ്ലോ പൈപ്പിന് എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിന് ലാറ്ററൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. നമ്മളിനി ലെഫ്റ്റ് വേർഡും അതുപോലെ തന്നെ റൈറ്റ് വേർഡും നമ്മളൊരു കമ്പാരിസൺ ജസ്റ്റ് നോക്കുകയാണ്. ചിത്രത്തിൽ നമ്മൾ പറഞ്ഞ പോലുള്ള അറേഞ്ച്മെൻറ്റ്സ് കാണാൻ സാധിക്കും.
പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പ്രോഗ്രസ് ഓഫ് വെൽഡിംഗ് ആണ്. ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. എന്നാൽ റൈറ്റ് വേർഡ് ടെക്നിക്കിൽ എങ്ങനെയാണ് വെൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയാനുള്ളത്. ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ജോയിൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നോർമലി 5 mm തിക്കർ പ്ലേറ്റ്സ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൈറ്റ് വേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ തിക്കർ മെറ്റീരിയൽസ്, അതായത് 5 mm തിക്നെസ് ഉള്ള മെറ്റീരിയൽസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓവർ ഹെഡും അതുപോലെ ഹൊറിസോണ്ടൽ പൊസിഷനുമാണ് സാധാരണയായിട്ട് റൈറ്റ് വേർഡ് ടെക്നിക്ക് ഉപയോഗിച്ച് വെൽഡിങ് ചെയ്യാറ്. നെക്സ്റ്റ് ആംഗിൾസിനെ കുറിച്ചാണ്. ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിലും റൈറ്റ് വേർഡ് ടെക്നിക്കിലും ഫില്ലർ റോഡും ബ്ലോ പൈപ്പും വർക്ക് പീസിൻ്റെ സർഫസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾസ് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ ബ്ലോ പൈപ്പിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് വർക്ക് പീസിൽ നിന്ന് 60 to 70 ഡിഗ്രിയും ഫില്ലർ റോഡിൻ്റെത് 30 to 40 ഡിഗ്രിയുമാണ്. എന്നാൽ റൈറ്റ് വേർഡ് ടെക്നിക്കിൽ ബ്ലോ പൈപ്പിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 40 to 50 ഡിഗ്രിയും അതുപോലെ തന്നെ ഫില്ലർ റോഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 40 to 50 ഡിഗ്രിയുമാണ്. ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ ബ്ലോ പൈപ്പിൻ്റെ മൂവ്മെൻറ്റ് കാരണം വെൽഡ് പോർഷനിൽ നിന്ന് എവേ ആയിട്ടാണ് ഫ്ലെയിം ട്രാവൽ ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെൽഡ് സോണിൽ നിന്ന് ഹീറ്റ് ലോസ് ആവാനും തൽഫലമായി കൂളിംഗ് തുടങ്ങാനും കാരണമാകുന്നു. റൈറ്റ് വേർഡ് ടെക്നിക്കിൽ ബ്ലോ പൈപ്പിൻ്റെ ടിപ്പ് പോയിൻ്റ് ചെയ്യുന്നത് കംപ്ലീറ്ററായിട്ടുള്ള വെൽഡിൻ്റെ ഡയറക്ഷനാണ്. ഇത് ഫ്ലെയിമിൻ്റെ ഇന്നർ കോണിനെ കൂടുതൽ ആഴത്തിൽ ട്രാവൽ ചെയ്ത് പെനിട്രേഷൻ റേറ്റ് കൂടുന്നതിന് വേണ്ടി സഹായിക്കുന്നു. റൈറ്റ് വേർഡ് ടെക്നിക് ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിനേക്കാൾ കൂടുതൽ 20 to 25% ഫാസ്റ്ററും അതുപോലെ തന്നെ 50 to 20% ലെസ് അസറ്റിലുമാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് വേർഡ് ടെക്നിക്കിൽ ഹൈ ഹീറ്റ് ഇൻപുട്ട് വരുന്നതുകൊണ്ട് തന്നെ ഡിസ്റ്റോർഷൻ ടെൻഡൻസിയും വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ലെഫ്റ്റ് വേർഡ് ടെക്നിക്കും റൈറ്റ് വേർഡ് ടെക്നിക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ്. നമ്മളിതുവരെ പറഞ്ഞിട്ടുള്ള ഗ്യാസ് വെൽഡിംഗ് എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഗ്യാസ് സിലിണ്ടർ, നമ്മൾ ഓക്സിജനും അതുപോലെ തന്നെ അസറ്റിലിനും കണ്ടെയ്ൻ ചെയ്യാനുള്ള സിലിണ്ടേഴ്സാണ് ഫസ്റ്റ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്സിജൻ നോർമലി 125 kg/cm², അസറ്റിലിൻ 16 kg/cm² നിന്നാണ് നമ്മൾ കീപ്പ് ചെയ്യാറ്. അതുപോലെ തന്നെ പ്രഷർ റെഗുലേറ്റ് ചെയ്യാനുള്ള റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഓക്സിജൻ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് 1 kg/cm², അസറ്റിലിൻ്റെ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് 0.15 kg/cm² ആണ്. നമ്മൾ വെൽഡ് ചെയ്യേണ്ട തിക്നെസ്സിനനുസരിച്ചാണ് നമ്മൾ വർക്കിംഗ് പ്രഷർ സെറ്റ് ചെയ്യാറ്. അതുപോലെ പ്രഷർ ഗേജസ് ഉണ്ട്, ഇൻസൈഡും അതുപോലെ തന്നെ ഔട്ട് സൈഡ് പ്രഷർ മെഷർ ചെയ്യാനുള്ള പ്രഷർ ഗേജസ്. ദെൻ നമ്മൾ ടോർച്ചിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഹോസസ്, വെൽഡിംഗ് ടോർച്ച്, ചെക്ക് വാൽവ് ആൻഡ് നോൺ റിട്ടേൺ വാൽവ്. ഇതാണ് പ്രധാനപ്പെട്ട ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളതാണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ പോർട്ടബിളാണ്, ഇൻഎക്സ്പെൻസീവാണ്, അതുപോലെ മെയിൻ്റനൻസും റിപ്പയറും വളരെ ഈസിയാണ്. ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ടിഗും മിഗുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് വെൽഡിൽ ലിമിറ്റഡ് പവർ ഡെൻസിറ്റിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വെൽഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പെർ യൂണിറ്റ് ലെങ്ത്തിൽ ഹൈ ഹീറ്റ് ഇൻപുട്ടാണ് ഗ്യാസ് വെൽഡിങ്ങിൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള വെൽഡിംഗ് ടെക്നിക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെൽഡിംഗ് ഏരിയയിൽ ഡിസ്റ്റോർഷൻ, അതായത് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമലി റിയാക്റ്റീവ് മെറ്റൽസ് വെൽഡ് ചെയ്യാൻ വേണ്ടി, എക്സാമ്പിൾ ടൈറ്റാനിയം, സിർക്കോണിയം ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാറില്ല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഗ്യാസ് വെൽഡിംഗ് ആയിരുന്നു. ഗ്യാസ് വെൽഡിങ്ങിൽ വരുന്ന ഓക്സി അസറ്റിൻ വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അതിനുശേഷം നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സും അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സും ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.